TV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണിയൂർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ചുവർചിത്ര ഉന്മീലനം ഞായറാഴ്ച. ചെറിയ പെരുന്നാൾ ആഘോഷത്തിനായി നാടൊരുങ്ങുന്നു. തിരക്കൊഴിയാതെ രാത്രിയിലും കടകൾ. വിഷാരികാവ് ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് സമാപനം. ഗോത്രഭാഷയിൽ കവിതാ സമാഹാരം രചിച്ച് ശ്രദ്ധേയയായി മാറിയ ലിജിന കടുമേനി നാടിന് അഭിമാനം. വാപ്രത്ത് കഴകം മഹാഗണപതി ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. മനസ്സിനിണങ്ങിയ വീടിനലങ്കാരമായ ഫർണിച്ചറുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഞങ്ങൾ പണിയുന്നു. നിങ്ങളിലെ കലാഹൃദയം, നിങ്ങളിലെ ആഗ്രഹങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ. ഞങ്ങളുടെ വിദഗ്ധരായ ഡിസൈനേഴ്സ് അവ പൂവണിയിക്കുന്നു. ഒലിവിയ വുഡ്സ് കസ്റ്റമൈസ്ഡ് ഇന്റീരിയർ ഫർണിഷിംഗ് ആൻഡ് വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിംഗ്, ഹിൽ ബസാർ റോഡ്, മുച്ചുകുന്ന്. മണിയൂർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ചുമരുകളിൽ പ്രശസ്ത ചുവർ ചിത്രകാരനായ നവീൻ കുമാറിന്റെ നേതൃത്വത്തിൽ വരയ്ക്കപ്പെട്ട ചുവർ ചിത്രങ്ങളുടെ ഉന്മീലന കർമ്മം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തന്ത്രി ബ്രഹ്മശ്രീ കാമ്പർത്ത പരമേശ്വരം നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രശസ്ത കലാനിരൂപകനായ KK മാരാർ നിർവഹിക്കും. ക്ഷേത്ര നാലമ്പലത്തിന്റെ മുൻഭാഗ ചുമരുകളിലാണ് ഏകദേശം 20 മീറ്റർ നീളത്തിലും 7 അടി ഉയരത്തിലുമുള്ള ചുമർ ചിത്രങ്ങൾ തയ്യാറാക്കുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന ചുമർ ചിത്രകാരനായ നവീൻ കുമാറാണ് ഈ ചിത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. സജു മഞ്ചേരി, കുഞ്ഞൻ മണാശ്ശേരി, ഹരി ബേപ്പൂർ, വിപിൻ ലാൽ, മഹേഷ് OTK, ദീപിക എന്നിവരുടെ 1.5 മാസത്തോളം നീണ്ട ചുമർ ചിത്ര രചന സബരിക്കാണ് ഏപ്രിൽ 7-ന് മിഴി തുറക്കുന്നത്. പ്രകൃതി ഭംഗിയും വാസ്തുശില്പകലയുടെ നിർമ്മാണ വൈഭവവും നിറഞ്ഞ മണിയൂർ മഠം ക്ഷേത്രം ഇതോടെ ഏറെ ശ്രദ്ധ നേടുമെന്നത് തീർച്ചയാണ്. ഇതിന്റെ ശ്രീകോവിലിനുള്ളിൽ ഏകദേശം 200ഓളം വർഷം പഴക്കമുള്ള അതിപുരാതനമായ പൗരാണികമായ ഒരു പാരമ്പര്യ സംഗമം കൂടിയാണിത്. അത് ഞങ്ങൾ ഈ ചിത്രം വരയുമായി ബന്ധപ്പെട്ട് ഇതെത്തിയപ്പോഴാണ് ഞങ്ങൾക്കത് ഒരു അത്ഭുതത്തോടെ കാണാൻ പറ്റുന്നത്. ഇപ്പൊ അതിന്റെ ഒരു തുടർച്ചയെന്ന് വേണം. അതിനൊരു ആദരവ് നമ്മൾ ആദരവ് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ കുറഞ്ഞ ചിത്രം ഞങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്രതാനുഷ്ഠാനത്തിന്റെ പുണ്യമാസം അവസാന നാളുകളിലേക്ക് അടുക്കാനിരിക്കെ ഈദുൽ ഫിത്തർ ആഘോഷത്തിന് വിശ്വാസ സമൂഹം ഒരുക്കം തുടങ്ങി. പുതുവസ്ത്രങ്ങളും പുത്തൻ ചെരുപ്പുകളും വിൽക്കുന്ന കടകളിലാണ് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇതിനാൽ തന്നെ പല ടൗണിലും രാത്രി കടകൾ പ്രവർത്തിക്കുന്നത് നിത്യ കാഴ്ചയാണ്.
കൊല്ലം പിഷാരികാവ് കാളിയാട്ട മഹോത്സവത്തിന് സമാപനം. 8 ദിവസത്തെ ആഘോഷത്തിന്റെ ആചാരപരമായ സമാപനം കൂടിയാണ് കാളിയാട്ടം. സർവ്വമതസ്ഥരും ഒത്തുചേരുന്നൊരു ആഘോഷം കൂടിയാണിത്. കാളിയാട്ട ദിവസം പാണ്ടിമേളം, ആയിരത്തിരി ചൊരിയൽ, കലശം വരവ്, ക്ഷേത്രപാലൻ തിറ, ഊരുചുറ്റൽ, തെയ്യമ്പാടിക്കുറുപ്പിന്റെ നൃത്തം എന്നീ ആചാരങ്ങളിൽ മലബാറിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നും വലിയൊരു ജനക്കൂട്ടം തന്നെ പിഷാരികാവിൽ എത്തിച്ചേരുന്നു. സാഹിത്യരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാവുകയാണ് കുണ്ടേരിയിലെ ലിജിന കടുമേനി എന്ന യുവ കവയിത്രി. 19 കവിതകൾ ഉൾപ്പെടുന്ന മൈലരസു എന്ന കവിതാ സമാഹാരമാണ് ലിജിന ഗോത്രഭാഷയിൽ രചിച്ചത്. ആദിവാസി മലവേട്ടുവ ഗോത്രഭാഷയിലാണ് രചന. ഇവരുടെ കവിതകൾ ഗവേഷണങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളിൽ തർജ്ജമയും ചെയ്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി കവിയരങ്ങിൽ പങ്കെടുക്കുവാനും ലിജിന കടുമേനിക്ക് ഈ അടുത്ത് സാധിച്ചു. വാപ്രത്ത് കഴകം മണിയൂർ ഗണപതി ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. വലിയ താലപ്പൊലി ദിവസമായ ഏപ്രിൽ 10 വരെ വ്യത്യസ്ത പരിപാടികളോടെ മഹോത്സവം നടക്കും. 21 ദിവസത്തെ വ്രതമെടുത്ത് ഇവിടെയുള്ള ആളുകൾ കൊടുങ്ങല്ലൂരിൽ പോയി കൊടുങ്ങല്ലൂരിൽ നിന്ന് പൂജിച്ച പാല് കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളായ ഭഗവതിക്ക് കാട്ടി എന്നാണ് ഇവിടുത്തെ കൊടിയേറ്റം ആരംഭിക്കുന്നത്. അന്ന് മുതൽ 7 ദിവസത്തെ ചടങ്ങാണ്. ചടങ്ങുകൾക്ക് ആചാരങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് മണിയൂർ ശ്രീ മഹാഗണപതി ഭഗവതി ക്ഷേത്രം. ഓരോ ഉത്സവത്തിൽ നമ്മൾ അറിവുറന്നിട്ട് അവിടുന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഉത്സവത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഉത്സവം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം അറിവിലേക്ക് തിരിച്ചു അറിവിലേക്ക് കൊണ്ടുവെക്കും. പിന്നെ നമ്മൾ അറിവിലെ തറവാട് എന്നുള്ളവരാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന തറവാടാണ് നമ്മൾ അറിവിലെ തറവാട്. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.